ഇന്ത്യയുടെ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ അഭിമാന നേട്ടമായി ഇന്നത്തെ ദിവസത്തെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആദിത്യ L ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്ന് മനസ്സിലാക്കുന്നു. ISROയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ടോ? ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യ ക്രിയേറ്റ്സ് യെറ്റ് അനദർ ലാൻഡ്മാർക്ക്. ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഒബ്സർവേറ്ററി ആദിത്യ L1 റീച്ച് ഇൻ ഡെസ്റ്റിനേഷൻ. ലക്ഷ്യസ്ഥാനത്ത് ആദിത്യ L1 എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. 127 ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം 127ാം ദിവസത്തിൽ ഇന്ത്യയുടെ അഭിമാന നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ആദ്യ ദൗത്യം, ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം അമൃത ലക്ഷ്യസ്ഥാനത്തെത്തി. ഇപ്പോൾ ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. സങ്കല്പികമായ ഒരു കേന്ദ്ര ബിന്ദുവിനെ ചുറ്റി ഇന്ത്യയുടെ ആദിത്യ L1 ദൗത്യം, സൗരദൗത്യം ആദിത്യ L1 ഇപ്പോൾ സൂര്യ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ 127 ദിവസത്തെ കാത്തിരിപ്പിന് ശുഭകരമായ ഒരു അന്ത്യം, സന്തോഷകരമായ ഒരു അന്ത്യം എന്ന് നമുക്ക് പറയാം. ഈ കാത്തിരിപ്പ്, ഇതിൻ്റെ മുഴുവൻ കയ്യടിയും കൊടുക്കേണ്ടത് ISROയുടെ ശാസ്ത്രജ്ഞന്മാർക്കാണ്. സൂര്യ കിരീടമണിഞ്ഞ് ISRO നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് ഈ നിമിഷം നമുക്ക് പറയാം. സൂര്യനരികെ ഇന്ത്യയുടെ സൺ എന്നും വിശേഷിപ്പിക്കാം. സൂര്യനരികെ ഇന്ത്യയുടെ പേടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രയാന് ശേഷം സൂര്യനരികെ സൂര്യനെ പഠിക്കാൻ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ, അതല്ലെങ്കിൽ ഇതുവരെ നിഗമനങ്ങളായിരുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി തന്നെ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 കൃത്യമായ ഒരു പാടവത്തോടു കൂടി തന്നെ അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 217 സെക്കൻഡ് പേടകത്തിൻ്റെ എൻജിൻ ജ്വലിപ്പിച്ച ശേഷമാണ് കൃത്യമായ ഒരു ഓർബിറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യാത്ര പൂർത്തിയാക്കി ഇതിപ്പോൾ മറ്റൊരു ഉപഗ്രഹം പോലെയല്ല. അതായത് ചന്ദ്രയാനായിരുന്നെങ്കിൽ നമുക്കിത് കൃത്യമായി എവിടെ ലാൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല. സൂര്യന് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അരികെ ചെന്ന് ഭൂമിക്കും സൂര്യനും തുല്യമായ ഗുരുത്വാകർഷണ ബലമുള്ള L1 പോയിന്റിൽ നിന്ന് സൂര്യനെ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേ ഞങ്ങൾ നോക്കിക്കാണുന്നു നിന്നെ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ പേടകം ആദിത്യ L1 അവിടെ എത്തി പരീക്ഷണങ്ങൾ തുടങ്ങിയിരിക്കുന്നു. വിജയം തന്നെ നമ്മൾ അത്രമേൽ ആഘോഷിച്ചതാണ്, നമ്മളെ അത്രമേൽ സന്തോഷിപ്പിച്ചതാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ഈ ആദിത്യ L1ന്റെ പിറകെയായിരുന്നു എന്താകും ഇതിൻ്റെ ഒരു ഗതി എന്നുള്ളത് അറിയാനൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഈ ആദിത്യ L1 ലക്ഷ്യത്തിലെത്തുന്നതോടുകൂടി ഇസ്രോയുടെ കിരീടത്തിൽ മറ്റൊരു പൊന്തൂവൽ കൂടി ചാർത്തപ്പെടുകയാണല്ലോ. തീർച്ചയായും ISROയെ കുറിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നമ്മൾ കണ്ട എത്രയെത്ര പ്രൊജക്റ്റുകൾ, അതായത് സക്സസ്ഫുൾ ആയ, നമുക്ക് തോൽവി എന്നൊരു വാക്ക് ഈ കഴിഞ്ഞ കുറേ കാലമായി ISROയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. തോൽക്കാൻ മനസ്സില്ലാതെ തന്നെ നമ്മുടെ ഓരോ പരീക്ഷണങ്ങളും രാജ്യത്തിന് അഭിമാനം ഉയർത്തിക്കൊണ്ട് ISRO മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ ചന്ദ്രയാൻ കണ്ടു, ഗഗൻയാനിൻ്റെ പരീക്ഷണം കണ്ടു. ജനുവരി 1 പുതുവത്സര ദിനത്തിൽ PSLVയുടെ റോക്കറ്റുമായി എക്സ്പോസാറ്റ് കുതിച്ചുയർന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇതാ ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നതേ ഉള്ളൂ. ആദിത്യ L1 അതിൻ്റെ ജൈത്രയാത്ര വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ പഠനം ഇതുവരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിഗമനങ്ങളായി മാത്രം വെച്ചിരുന്നു. സൗരക്കാറ്റ് ഏത് തരത്തിൽ ഭൂമിക്ക് വിനാശകരമാകും, അല്ലെങ്കിൽ ഭൂമിയെ ഏത് തരത്തിൽ ബാധിക്കും, ഇതുവരെ ഉണ്ടായിരുന്നത് നമുക്ക് നിഗമനങ്ങൾ മാത്രമാണ്. പക്ഷെ അതിന് ശാസ്ത്രീയ പഠനം നടത്തി ഇത്ര കാലത്തിനകം ഇത്ര പ്രയാസങ്ങൾ നമുക്കുണ്ടാകുമെന്ന് നമുക്ക് നേരത്തെ ചൂണ്ടിക്കാണിച്ചു തരാൻ നമ്മുടെ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല സൂര്യൻ്റെ പുറത്തുള്ള കൊറോണോഗ്രാഫിൽ നടക്കുന്ന, പുറം പാളിയിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുമോ, നമുക്കൊന്നത് കാട്ടിത്തരാൻ ആദിത്യ L1 അവിടെയുണ്ട് എന്നുള്ളതാണ്. സൂര്യനും ഭൂമിക്കുമിടയുള്ള അന്തരീക്ഷത്തിൽ വരുന്ന താപവ്യത്യാസങ്ങൾ, ആ താപവ്യതിയാനം, കാലാവസ്ഥാ വ്യതിയാനം അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ നമ്മുടെ ആദിത്യ L1 അവിടെയുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് സൂര്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രശ്മികൾ, സൂര്യരശ്മികൾ, പല വികിരണങ്ങൾ, എക്സ്റേ രശ്മികൾ, അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികൾ, നമ്മളെപ്പോഴും പേടിയോടെ മാത്രം പറയുന്ന ഒരു പേരാണ് അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. അത് മനുഷ്യന്മാർക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഇനി അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനേക്കാൾ പ്രധാനമാണ്
ഉപഗ്രഹങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ഉപഗ്രഹങ്ങൾ വാനിലേക്ക് ഉയർത്തി നൽകും. ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മാക്സിമം നമുക്കതിൻ്റെ കാലാവധി ലഭിക്കും. അത് നശിച്ചു പോകാൻ അല്ലെങ്കിൽ പിന്നീട് അതിനൊരു സപ്പോർട്ട് കിട്ടാതിരിക്കാൻ കാരണം സൂര്യൻ്റെ ചൂടും മറ്റും നമ്മുടെ ഉപകരണങ്ങൾക്ക് അത് താങ്ങാനുള്ള ശക്തി, അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി പക്ഷെ അതിലൊരു വലിയ മാറ്റം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, മഹേഷ് തുടരുക. മഹേഷിലേക്ക് മടങ്ങിയെത്താം.